ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾക്കറിയാമല്ലോ, 2005 UPA ഗവൺമെന്റ് ആണ് ദേശീയ തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ടോട് കൂടി കൊണ്ടുവന്നത്. ആ പദ്ധതിയുടെ പ്രയോജനം യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടോ? അതായത് പാവപ്പെട്ടവന്റെ ജീവനോപാധിയായിട്ടാണ്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ജീവനോപാധിയായിട്ടാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ആ ഗുണഭോക്താക്കൾക്ക് യഥാർത്ഥ ഗുണം കിട്ടുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ അന്ന് തന്നെ UPA ഗവൺമെന്റ് ആഗ്രഹിച്ചിരുന്ന 2013 ഒരു ഭക്ഷ്യ സുരക്ഷാ ആക്ട്, നമ്മുടെ നോബൽ പ്രൈസ് ജേതാവായ അമർത്യ സെൻ പോലെയുള്ളവർ വളരെ ശക്തമായി ഊന്നിയിരുന്ന ഒരു കാര്യമാണ് ഭക്ഷ്യ സുരക്ഷാ ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവരണം. കാരണം പോയ കാലങ്ങൾ 944 ബംഗാൾ ഫാമിൻ 35 ലക്ഷം പേരുടെ ജീവനാണ് എടുത്തത് പട്ടിണി കൊണ്ട്. 1965-66 2 വർഷം തുടർച്ചയായ ഫാമിൻ അതുപോലെ വളരെ മാരകമായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഫാമിൻ ഉണ്ടാകുന്ന രാജ്യമാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് മുഴുവൻ ആഹാരം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഭക്ഷണത്തിനുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്ന കാര്യത്തില് ഊന്നൽ നൽകിക്കൊണ്ട് അമർത്യ സെൻ തൊട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ ഉപദേഷ്ടാക്കളും സുചിന്തിതമായി ചിന്തിച്ചെടുത്ത തീരുമാനമായിരുന്നു നമുക്കൊരു ഭക്ഷ്യ സുരക്ഷാ ആക്ട്. അതാണ് UPA ഗവൺമെന്റ് 2013 കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ആവശ്യം, അത് തീർത്തും ആവശ്യമാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ 2011 സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസിൽ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഇനി അതുപോലെ സർവശിക്ഷ അഭിയാൻ, ഇപ്പോഴും സർവശിക്ഷ അഭിയാൻ ഉണ്ട്. അതായത് SSA കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സർവശിക്ഷ അഭിയാൻ, അതായത് സർവർക്കും വിദ്യാഭ്യാസം, ആ പദ്ധതിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതുപോലെ വനിതാ സാരഥ്യത്തിലുള്ള കുടുംബങ്ങൾ ഏതൊക്കെ? അതായത് ഫീമെയിൽ ഹെഡഡ് ഫാമിലീസ്, ഒന്നുകിൽ ഭർത്താവ് മരിച്ചു പോയിരിക്കാം, അതുമല്ലെങ്കിൽ ഭർത്താവ് അവളെ വിഡോ ആക്കിക്കൊണ്ട് മക്കളെയും പ്രദാനം ചെയ്ത് മാറിപ്പോയിരിക്കാം. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുക. ഇങ്ങനെ അതുപോലെ തന്നെ NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതും UPA ഗവൺമെന്റിന്റെ മിഷനാണ്, NDA ഗവൺമെന്റിൻ്റെതല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് UPA 1ഉം 2ഉം ഗവൺമെന്റുകളുടെ കാലത്ത് കൊണ്ടുവന്നിരുന്നു. ആ പല പദ്ധതികളും ഈ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് നടത്തിയതിന് ശേഷമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആത്യന്തികമായി പറയുകയാണെങ്കിൽ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് ഉദ്ദേശിച്ചത് ഭരണഘടന ST, SC അതുപോലെ OBC വിഭാഗങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ അവർക്ക് ലഭ്യമാണോ, അതോ അത് അവരിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, പഠിച്ച് അതിന് എത്രയും വേഗം പരിഹാരം കാണാൻ വേണ്ടിയാണ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് 2011-12 നടത്തിയത്. അങ്ങനെ നടത്തിയത് എങ്ങനെ നടത്തിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് നമ്മൾ. അതായത് ഇന്ത്യയിലെ 640 ജില്ലകളിലാണ് അന്ന് സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് നടത്തിയത്. അങ്ങനെ നടത്തിയത് ആരാണ്? 6.4 ലക്ഷം ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചാണ് ഡേറ്റ ശേഖരിച്ചത്. അതായത് 6.4 ലക്ഷം ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചാണ് ഡേറ്റ ശേഖരണം നടത്തിയത്. ഇനി കുടുംബ ഡേറ്റ എങ്ങനെയാണ് സമാഹരിച്ചത്? പോപ്പുലേഷൻ രജിസ്ട്രി, അതായത് 1ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന പോപ്പുലേഷൻ രജിസ്ട്രി, ആ പോപ്പുലേഷൻ രജിസ്ട്രിയിൽ നിന്നാണ് ടിൻ സഹായത്തോടെ, ടിൻ എന്ന് പറഞ്ഞാൽ ടെമ്പററി ഐഡന്റിഫിക്കേഷൻ നമ്പർ, ടിൻ നമ്പർ എന്ന് വെച്ചാൽ ടെമ്പററി ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതിൻ്റെ സഹായത്തോടെയാണ് ഈ പറയപ്പെട്ട 6.4 ലക്ഷം ഇലക്ട്രോണിക് ഡിവൈസസോടുകൂടി 640 ജില്ലകളിൽ, അന്ന് കേരളത്തിൽ ഇന്ത്യയിൽ 640 ജില്ലകളാണ് ഉള്ളത്. അതിനുശേഷം കുറച്ചുകൂടി ജില്ലകൾ, അതായത് ഈ ഉള്ള ജില്ലകളെ തന്നെ വെട്ടിപ്പൊളിച്ച് കൂടുതൽ ജില്ലകളായി വന്നിട്ടുണ്ട് NDA ഗവൺമെന്റിന്റെ കാലത്ത്. അത് മാറ്റിവെക്കാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ജില്ലകൾ വന്നെങ്കിലും അവ നേരത്തെയുള്ള 640 ജില്ലകളുടെ ഭാഗമായിരുന്നപ്പോഴാണ് സെൻസസ് നടത്തിയത്.
അപ്പൊ അതിലൊക്കെയുള്ള ജനങ്ങളെല്ലാം ഈ സെൻസസിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം UPA ഗവൺമെന്റ് കുറേ നടപടികൾ എടുത്തു. അതാണ് ICDS പ്രോഗ്രാമിനുണ്ടായ, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനുണ്ടായ പ്രോഗ്രസ്, NRHM-ലുണ്ടായ പ്രോഗ്രസ്, അതുപോലെ തന്നെ എന്താണ് ആരോഗ്യ രംഗത്ത് വന്ന ഇൻഷുറൻസ് സ്കീം അങ്ങോട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ തന്നെ ഈ പറയപ്പെട്ട സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് വ്യക്തികൾക്കും കൊടുക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒരുപാട് അപ്ഗ്രഡേഷൻ, മാറ്റം കൊണ്ടുവരുവാൻ അന്നത്തെ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് സഹായിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പോസ്റ്റിങ്സ്, അതായത് SC ST കുട്ടികളെ IIT-കളിലോ മറ്റതുപോലെയുള്ള കാറ്റഗറീസുള്ള സ്കൂളുകളിലും അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. വീണ്ടും സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് നടത്തണമെന്ന് പറയുന്നതിന്റെ യുക്തിയും അവിടെയാണ്. അതായത് സ്കൂളുകളിലെ കുട്ടികൾക്ക്, അത് SC ST കുട്ടികൾക്കും OBC കുട്ടികൾക്കും അർഹമായ ഇത് റിസർവേഷൻ ലഭിക്കുന്നുണ്ടോ? IIT-കളിൽ നിന്നൊക്കെ പൊഴിഞ്ഞു പോകുന്നവര് SC ST ആണ് എന്ന് ഈ അടുത്തിടെ കണ്ടിട്ടുണ്ട്. അവർ മാത്രമല്ല സവർണരും ഉണ്ട് എങ്കിലും. അപ്പൊ ഈ SC ST എന്തുകൊണ്ട് പൊഴിഞ്ഞു പോകുന്നു? അപ്പൊ അവർക്ക് അഡീഷണൽ ഹെൽപ്പ് കൊടുക്കണ്ടേ? അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് നിശ്ചിത അളവിൽ ഈ പറയപ്പെട്ട എന്താണ് പറയുക, റേഷനിങ്ങും മറ്റതുപോലെ ഫ്രീ റേഷൻ, അതായത് റേഷൻ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കണം, നമ്മൾ ഈ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് വിഭാവന ചെയ്യുന്നത് വെറും റേഷൻ അല്ല. കുറച്ച് അരി എവിടെന്നെങ്കിലും നശിച്ച അരി കൊണ്ടേ കൊടുക്കുക അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കുക എന്നുള്ളതല്ല. ഒന്നാംകിട ധാന്യങ്ങൾ, അതുപോലെ തന്നെ നല്ല ഒന്നാംകിട പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറുധാന്യങ്ങളും കാണും. അതായത് പോഷക സമൃദ്ധമായ ആഹാരം ഇവർക്ക് ഉറപ്പാക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് ആഹാരം ഉറപ്പാക്കുക, എഡ്യൂക്കേഷൻ ഉറപ്പാക്കുക, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉറപ്പാക്കുക, അതുപോലെ തന്നെ പ്ലാൻ ഫണ്ട്, ഓരോ ബജറ്റിലും വരുന്ന അവരുടെ വിഹിതം അവരിൽ തന്നെ എത്തുന്നുണ്ടോ അതോ അതും ഇടനിലക്കാർ വഴി നഷ്ടപ്പെട്ടു പോകുന്നുവോ, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് അവർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സോഷ്യോ ഇക്കണോമിക് സെൻസസ് നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏതൊരു പൗരനും അത് ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. കാരണം ഇന്ത്യ ആർക്കും തീറെഴുതിയ രാഷ്ട്രമല്ല. ഇവിടെ ഒരു മതേതര ബഹുസ്വര ജനാധിപത്യമുള്ള രാജ്യമാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും തുല്യ അവകാശങ്ങളാണ് ഉള്ളത്. സവർണന് കൂടുതൽ അവകാശങ്ങളോ അവർണന് കുറച്ച് അവകാശങ്ങളോ ഇല്ല. അഥവാ ഇവിടെ വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത ഒരു രാജ്യമാണ്. അങ്ങനെ തന്നെ പുരോഗതിയിലേക്ക് വച്ചടി വച്ച് മുന്നേറണം. അതുകൊണ്ട് ഈ സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് നടത്തി അതിൻ്റെ ഡേറ്റ പഠിച്ച് അതിൽ വന്നിട്ടുള്ള ഈ കാലം അത്ര 75 വർഷത്തിലധികമായി സ്വതന്ത്രമായിട്ട് ഈ കാലഘട്ടം കൊണ്ട് വന്നിട്ടുള്ള കുഴപ്പങ്ങൾ, കുറവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ആരെയൊക്കെയാണ് അകറ്റി നിർത്തിയത്. ഇപ്പൊ നമുക്കറിയാം, മണിപ്പൂരിൽ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങിയ ബഹളമാണ്. എന്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം? അതായത് കുക്കി വിഭാഗം, യഥാർത്ഥത്തിൽ ട്രൈബൽസ്, ആദിവാസികൾ, അവർ ഒരുപാട് അവകാശങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് മെയ്തികൾ പറയുന്നു ഞങ്ങൾക്കും എന്താ പറയുക ST പരിഗണന, ST പട്ടികയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന്. അവിടുത്തെ സവർണരാണ് മെയ്തികൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്കും കൂടി ആ ഗണത്തിൽ പെടുത്തണം എന്ന് പറഞ്ഞ് നിയമനിർമ്മാണം നടത്തുന്നു ഗവൺമെന്റ്. അവിടെയാണ് കുക്കികളും മെയ്തികളും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നത്. അതിപ്പോഴും തുടരുകയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത്തരം അകൽച്ചകൾ, അതായത് ഏകോദര സഹോദരന്മാരെ പോലെ കഴിയേണ്ട രാജ്യത്ത് ഇങ്ങനെ വെട്ടിവീഴ്ത്തലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ലഭിക്കേണ്ടത്, അർഹമായത് അവർക്ക് ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആരാണ് യഥാർത്ഥ ആദിവാസികൾ, ആരാണ് യഥാർത്ഥ അതാണ് പറയുക മറ്റ് തരത്തിലുള്ള റിസർവേഷൻസ് അർഹിക്കുന്ന SC പട്ടികയിൽപ്പെട്ടവർ, OBC പട്ടികയിൽപ്പെട്ടവർ, ഇതൊക്കെ കൃത്യമായിട്ട് അറിയണം. എന്നിട്ട് നമ്മുടെ എല്ലാ ഹൈറാർക്കികളിലും, അതായത് ഗവൺമെന്റ് സർവീസില്, കേന്ദ്ര ഗവൺമെന്റ് സർവീസില് ഒക്കെ
ഓരോ ജാതിക്കാർക്കും അർഹിക്കുന്നത് കിട്ടിയിട്ടുണ്ടോ? നമുക്കറിയാം നമ്മുടെ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലൊക്കെ ഇത്തരക്കാരെ അപൂർവമായി മാത്രം കാഴ്ചക്കാരെന്ന രീതിയിലാണ് ഒന്നോ രണ്ടോ പേരെ പ്രതിഷ്ഠിക്കുക. ബാക്കി പൊസിഷൻസ് എല്ലാം ഇപ്പോഴും നിറച്ചുകൊണ്ടിരിക്കുന്നത് സവർണർ എന്ന് വിളിക്കുന്ന അവരെ കൊണ്ടാണ്. അപ്പൊ ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരണം. ഇന്ത്യ സമത്വസുന്ദരമായ ഒരു രാജ്യമായി മാറണം. അതിന് നമുക്ക് അത്യാവശ്യമായിട്ടും ഒരു സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് വേണം. അപ്പോൾ ഈ 2024 കോൺഗ്രസ് ആകട്ടെ, മറ്റു കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, അഥവാ നമ്മുടെ BJP തന്നെ ആകട്ടെ, സോഷ്യോ ഇക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് കൊണ്ടുവരുന്നതിന് നമുക്ക് മുറവിളി കൂട്ടാം. കാരണം അത് നമ്മുടെ സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മെപ്പോലെ തന്നെ ഉന്നമനം പ്രാപിച്ച് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ അർഹതയുള്ളവരാണ് അവരെല്ലാവരും എന്നത് നാം മനസ്സിലാക്കുക. ആ മനസ്സിലാക്കലിലൂടെ നമുക്ക് ഈ 2024 പിച്ചവെച്ച് നടക്കാം.